തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ ഏകപ്രതി കേതലിന് വധശിക്ഷ കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ ബൈജു പറഞ്ഞു. 12 വർഷം ശിക്ഷ അനുഭവിച്ച ശേഷമേ ജീവപര്യന്തം ആരംഭിക്കുമെന്നും പ്രതിക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ കിട്ടിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. 2017 ഏപ്രിൽ 5-നായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. അച്ഛനായിരുന്ന പ്രൊഫസർ രാജ തങ്കം, അമ്മ ഡോക്ടർ ജീൻ പത്മം, സഹോദരി കരോലിൻ, ബന്ധുവായ ലളിത എന്നിവരെ കേതൽ മഴുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം തെളിവുകളില്ലാതാക്കാൻ ക്രൂരമായി ചുട്ടരിച്ചത്. പ്രതിക്ക് കൊലപാതകം നടത്തുമ്പോൾ യാതൊരുവിധ മാനസിക പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ലെന്നും കൊലപാതകത്തിന് ശേഷമുള്ള ഒറ്റപ്പെടലായിരിക്കാം പിന്നീട് മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിച്ചതെന്നാണ് മനസ്സിലാക്കുന്നതെന്നും പ്രതി സ്വബോധത്തോടെയാണ് ആസൂത്രിതമായി കൊലപാതകം നടത്തിയതെന്നും അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ ബൈജു പറഞ്ഞു. നമ്മൾ ക്യാപിറ്റൽ കൊടുക്കുമെന്നാണ് ഉദ്ദേശിച്ചത്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ക്യാപിറ്റൽ കൊടുത്തില്ല. അപ്പോൾ കോടതിക്ക് റയസ്റ്റ് ഓഫ് ദി റെയർ എന്ന കേസിലാണ് കൊടുക്കാറുള്ളത്. ഇപ്പോൾ ഓരോ കേസുകളും ഓരോ തരത്തിലാണല്ലോ കോടതികൾ പരിഗണിക്കുന്നത്. എന്നിരുന്നാലും ഇതിൻ്റെ അകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് 2 കുറ്റവകുപ്പുകൾക്ക് ഒരു കേസിൽ 5 വർഷം തെളിവ് നശിപ്പിച്ചതിനാണെന്ന് തോന്നുന്നു. തീ വെച്ച് നശിപ്പിച്ചതിന് 7 വർഷം. അപ്പോൾ 7, 5, 12. ഈ 12 വർഷം പണിഷ്മെൻറ്റ് അനുഭവിച്ചതിന് ശേഷം മാത്രമേ ഈ ജീവപര്യന്തം തടവ് തുടങ്ങുകയുള്ളൂ. അതാണ് ഇതൊരു പ്രത്യേകത. അപ്പോൾ സാധാരണ ജീവപര്യന്തം 10 വർഷമാണ് എങ്കിൽ ഈ കേസിൽ അങ്ങനെയല്ല കോടതി പറഞ്ഞിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ തെളിവ് നശിപ്പിച്ച 5 വർഷം, അതുകൂടാതെ തീ വെച്ച് നശിപ്പിച്ച് തെളിവ് നശിപ്പിച്ച വീട് തീ വെച്ച് ചെയ്ത കുറ്റകൃത്യത്തിന് 7 വർഷം. അപ്പോൾ 7, 5, 12 വർഷം. പിന്നെ ഫൈൻ വേറെയുണ്ട്. അത് അടച്ചില്ലെങ്കിൽ അതിന് ഓരോ വർഷം തടവുകൾ. ഈ 12 വർഷം തടവ് തുടങ്ങി, അല്ലെങ്കിൽ 5 വർഷം തുടങ്ങി, മറ്റേ 7 കൂടി 12 വർഷം. ഈ 12 വർഷം തടവ് അനുഭവിച്ചതിന് ശേഷം മാത്രമേ ജീവപര്യന്തം തടവ് തുടങ്ങത്തുള്ളൂ. സാധാരണ കേസിൽ ഇത് കൺകറന്റ് എന്ന് പറയും, ഒരുമിച്ച് അനുഭവിക്കുന്ന ഒരു രീതിയാണ്. പക്ഷേ ഇതങ്ങനെയല്ല. പ്രത്യേകം കോടതി പരാമർശിച്ചിട്ടുള്ളത് ഈ 12 വർഷം ശിക്ഷ അനുഭവിച്ചതിന് ശേഷം മാത്രമാണ് ജീവപര്യന്തം തടവ് ആരംഭിക്കുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കൂട്ടുമ്പോൾ മിനിമം ഒരു 22 കൊല്ലം ഈ പ്രതി ജയിലിൽ കിടന്നേ മതിയാവും. അത് പരിശോധിക്കുമ്പോൾ അത് നല്ലൊരു ശിക്ഷ തന്നെയാണെന്ന് കാണേണ്ടി വരുന്നു. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഒരു പേരൻറ്റിനെ കുറിച്ച് തന്നെയാണ്. ഇപ്പോൾ അയാൾക്ക് ഡോക്ടറാകാൻ താല്പര്യമില്ല, അയാൾ ഡോക്ടറാകണമെന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്ന മാതാപിതാക്കൾ. അച്ഛൻ രാജതങ്കം പ്രൊഫസറായിരുന്നു, ഹിസ്റ്ററി അധ്യാപകനാണ്. അദ്ദേഹത്തിന് കൊണ്ടുവരുന്ന ഹിസ്റ്ററി ബുക്കുകൾ വായിച്ചിട്ട് ഹിസ്റ്ററി പഠിക്കണമെന്ന് ആകർഷണമാകുന്ന ഒരു മകൻ, അയാളെ അതിന് സമ്മതിക്കുന്നില്ല. അയാളുടെ കുട്ടിക്കാലത്ത് മറ്റു കുട്ടികളോട് കൂട്ടുകൂടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇൻസിസ്റ്റ് ചെയ്യുന്ന മാതാപിതാക്കൾ. കൂട്ടുകൂടി നടന്ന് അയാൾ ക്ലാസ് കട്ട് ചെയ്ത് മ്യൂസിയത്തിൽ പോയപ്പോൾ സ്കൂളിൽ പോയിട്ട് ടീച്ചറിൻ്റെ മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ഇയാൾക്ക് ചില പോരായ്മകളുണ്ട്, അപ്പം നിങ്ങൾ അവരോട് എൻ്റെ മോനോട് കൂടണ്ട എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പ്രതി പറഞ്ഞ അറിവാണ്. സ്വാഭാവികമായിട്ടും അത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പറഞ്ഞ സ്കൂൾ യൂണിഫോം മാറ്റിയിട്ട് വന്ന് ഓട്ടോയിൽ ഇറങ്ങുന്നതും അതിനുശേഷം സ്കൂൾ യൂണിഫോം ഇട്ട് വീട്ടിൽ കയറുന്നതും കണ്ട സാക്ഷികൾ വരെയുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് കൊറോബറേറ്റ് ചെയ്യുമ്പോൾ ആൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. അതാണ് അതിൻ്റെ ഒരു സംഗതി. പിന്നെ ഇയാൾ MBBS പഠിക്കാനായിട്ട് ഉക്രൈനിൽ അയക്കുന്നു. അത് അയാൾക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. പിന്നീട് തിരിച്ചു വന്നപ്പോൾ ഓസ്ട്രേലിയ അയക്കുന്നു കമ്പ്യൂട്ടർ പഠിക്കാനെന്ന് പറയണു. ശേഷം അതും അയാൾക്ക് വിജയം കൈവരിക്കാൻ പറ്റുന്നില്ല. നാട്ടിൽ വന്നപ്പോൾ ആളുകളുടെ മുമ്പിൽ, പള്ളിയിൽ പോകുന്ന ആളുകളുടെ മുമ്പിൽ പള്ളിയിൽ വെച്ചൊക്കെ തന്നെ ആളുകളോട് വീമ്പിളക്കുന്നു. എൻ്റെ മോൻ കമ്പ്യൂട്ടർ വിദഗ്ധനാണ്, പ്രോഗ്രാം ഉണ്ടാക്കുന്ന ആളാണ്, പൊതുവായിട്ട് സ്വന്തമായിട്ട് കമ്പനി തുടങ്ങാൻ വേണ്ടി പോകുന്നു. ഇതൊക്കെ കളവാണ് പറയുന്നത്, അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളാണ്. അപ്പോൾ അതിലും ഒരു അസ്വസ്ഥത ഇയാളുടെ മനസ്സിനുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടായിരിക്കാം ഇങ്ങനെ ഒരു
കൃത്യം നടത്താൻ വേണ്ടി അയാൾ ഒരു പ്രീമെഡിറ്റേറ്റഡ് മോഡലിലേക്ക് പോയിട്ടുള്ളത്. പിന്നെ നമ്മൾ തന്നെ പറഞ്ഞു, ഒരു സ്വന്തം അച്ഛൻ, അമ്മ, സഹോദരി, അമ്മൂമ്മ. ശ്രദ്ധിക്കേണ്ട, അമ്മൂമ്മ കണ്ണ് കാണാൻ പാടാത്ത ഒരാളാണ്, അന്ധയായ ഒരു അമ്മൂമ്മയാണ്. അപ്പോൾ അവരെയൊക്കെ പൈശാചികമായിട്ട് കൊല്ലണമെങ്കിൽ അയാളുടെ മാനസികാവസ്ഥ, ആ സമയത്തുള്ള മാനസികാവസ്ഥ ഇവാലുവേഷൻ നടത്തണം എന്നാണ് ഞങ്ങൾ കോടതിയിൽ ഇയാളെ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ കത്ത് കൊടുത്തു. ആസ് പെർ ലോ 53 CRPC പ്രകാരം അതിന് ഇയാളുടെ തന്നെ പ്ലീഡർ ഒപ്പോസ് ചെയ്യുക. പോലീസ് പറഞ്ഞ സംഗതി ആവശ്യമില്ല, എനിക്ക് അസുഖമില്ല എന്ന് അവർ തന്നെ പറഞ്ഞിട്ട് കോടതിയിൽ അത് ഒപ്പോസ് ചെയ്തൊരു സംവിധാനമുണ്ട്. ഞങ്ങൾ അന്വേഷണ സമയത്ത് പോലീസിനോട് പല കോളുകളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന പോലെ തൊടുപുഴയിലുള്ള ആസ്പത്രിയിൽ ഇയാൾ ചികിത്സ നടത്തിയിട്ടുണ്ട്, അങ്ങനെ പല പല കോളുകൾ വരും. നമ്മളതൊക്കെ ആ ഹോസ്പിറ്റലിൽ ഇയാളെ തന്നെ കൊണ്ടുപോയി കസ്റ്റഡിയെ മേടിച്ചിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും സമയത്ത് ഇയാൾ ചികിത്സ നടത്തിയിട്ടുണ്ടോ അവിടുത്തെ എല്ലാ ഡാറ്റ ക്രോസ് ചെക്ക് ചെയ്തു, അവിടുത്തെ ഡോക്ടർമാരെ കാണിച്ചു. അവരെല്ലാം പറഞ്ഞു ഇങ്ങനെ അയാൾ വന്നിട്ടില്ല. ശ്രദ്ധിക്കേണ്ടത്, അയാളുടെ മദർ ഡോക്ടർ ജീൻ പത്മ ഒരു ഫേമസ് കാർഡിയോളജിസ്റ്റാണ്, ജനറൽ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡോക്ടറെ മോനെന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് അറിയാം, ഒരിക്കലും ഒരു റെഫറൻസ് ഉണ്ടാവും അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ. അപ്പോൾ അങ്ങനെ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. പിന്നീട് ഇയാൾ ജയിലിൽ പോയതിന് ശേഷം ഞങ്ങൾ പോലീസ് കസ്റ്റഡി വാങ്ങി ഏതാണ്ട് 12 ദിവസത്തോളം പോലീസ് കസ്റ്റഡിയിലാണ്. ആ സമയങ്ങളിൽ തന്നെ ഒരു മാനസിക വിഭ്രാന്തിയോ അങ്ങനെ സംഗതികളൊന്നും കാണിക്കാത്ത ഒരാൾ തിരിച്ച് ഞങ്ങൾ ജയിലിൽ കൊടുത്തതിന് ശേഷം 24-ാം തീയതിയാണ് അസ്വസ്ഥത പ്രകടിപ്പിച്ചു എന്നും അയാളെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കുളമ്പാറ ഹോസ്പിറ്റലാക്കിയെന്നും മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് എൻ്റെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥ എനിക്ക് പറയാനുള്ളത്, ഈ അച്ഛനും അമ്മയും കൊല്ലുന്നു, സഹോദരിയെ കൊല്ലുന്നു, അന്ധയായ അമ്മൂമ്മയെ കൊല്ലുന്നു. അതിനുശേഷം ജയിലിൽ പോകുമ്പോൾ ആളൊറ്റയ്ക്കാണ്. മനുഷ്യൻ്റെ ഒരു മാനസിക നില തെറ്റാൻ ഒരു പശ്ചാത്താപം, ചെയ്ത കുറ്റത്തെക്കുറിച്ചിട്ടുള്ള ഒരു വീണ്ടും വിചാരം ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് അയാളുടെ ഫീലിങ്സ് ഷെയർ ചെയ്യാൻ ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ മാനസികമായിട്ടുള്ള ഒരു അസുഖം ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്നത്, അല്ലെങ്കിൽ ആസ്പത്രി ചികിത്സയ്ക്ക് പോയിട്ടുള്ളത് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അയാൾക്ക് ബുദ്ധിപരമായ കഴിവുണ്ട്, അയാളുടെ സ്വഭാവത്തോട് ചെയ്ത കാര്യങ്ങളാണിത് പ്രാക്ടീസ് ചെയ്തത്. പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് കുറെ ആയല്ലോ, ഇതുവരെ ജോലിയൊന്നും ആയില്ലേ? ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ്. എന്നാൽ ശരിയായത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല. അതെ, മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ. വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ 100% ജോബ് ഗ്യാരണ്ടിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബിവോക് MLT, RIT, CSSD, നഴ്സിംഗ് കെയർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ബിവോക് നഴ്സിംഗ് കെയർ, DMLT, DRIT, ഫാർമസി അസിസ്റ്റന്റ്, ഇന്റർനാഷണൽ മോണ്ടിസറി TTC, മെഡിക്കൽ കോഡിംഗ്, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി. വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ, ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ. ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം, ക്യാമ്പസ് ഇന്റർവ്യൂയിലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്. ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ. വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പച്ചക്കറിമുക്ക്, മേപ്പയിൽ, വടകര, മത്തത്ത് പ്ലാസ ബിൽഡിംഗ്, പൈപ്പ് ലൈൻ റോഡ്, കല്ലാച്ചി.